ഹായ് ഹലോ എല്ലാവർക്കും നിരഞ്ജൻസിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളിന്ന് ആനക്കൊട്ടിലൊക്കെ പോകണം കുറച്ച് വിശേഷങ്ങളാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടു നോക്കണം. ഫുൾ വീഡിയോസ് എല്ലാം നമ്മളെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആരും കാണുന്നില്ലെന്ന് മാത്രം. പക്ഷേ എല്ലാവരും പോയി കണ്ടു നോക്കണം. ഇഷ്ടമായാൽ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ സപ്പോർട്ട് ചെയ്താൽ ഞങ്ങൾ പിന്നെയും വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വേറെ എന്തൊക്കെയുള്ള അപ്പോൾ ഞങ്ങളിപ്പം ആനക്കൊട്ടിലേക്ക് പോവുകയാണ്. ആനക്കൊട്ടിലേക്ക് പോയിട്ട് അവിടുത്തെ കുറേ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഞാൻ എൻ്റെ ഫുൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽ ആയിട്ട്. കുറച്ച് കഫും അതുപോലെ തന്നെ കോൾഡും ഒക്കെ ഉള്ളതുകൊണ്ട് സൗണ്ടും ഒക്കെ പോയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ആനക്കൊട്ടിൽ കണ്ട കുറേ വിശേഷങ്ങളാണ് ഇന്നിപ്പോൾ ഈ വ്ളോഗിൽ ഞാൻ പറയാൻ പോകുന്നതും. ഗുരുവായൂർ അടുത്ത് തന്നെയാണ് ഈ ഒരു ആനക്കൊട്ടിലും. ആ ആനക്കൊട്ടിൽ പോയി ഗുരുവായൂരിൽ എപ്പോൾ പോയാലും നമ്മൾ ആനക്കൊട്ടിൽ കയറാറുണ്ട്, അത് വാസ്തവം. അങ്ങനെ ഞങ്ങൾ ആനക്കൊട്ടിലൊക്കെ കണ്ട് ചുറ്റി നടന്ന് അവിടെയൊക്കെ പോയി ഒന്ന് രസിച്ച് നേരെ നമ്മൾ ഇടം റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇടം റെസ്റ്റോറൻറ്റ് മതിലകം മതിലകം എന്തോ മറ്റോ സംതിങ് ലൈക്ക് അങ്ങനെ എന്തോ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ അവിടെ വന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു, പറയാതിരിക്കുക ഒരു രക്ഷയും ഇല്ല. നല്ല അടിപൊളി വീട്ടിലെ പോലത്തെ നല്ല അടിപൊളി ഊണായിരുന്നു. ഊണെന്ന് വെച്ചാൽ വെജിറ്റേറിയൻ അല്ല, നോൺ വെജാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ആനയുടെ വിശേഷം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂം വെക്കേറ്റ് ചെയ്ത് പോയത് ഇടം റെസ്റ്റോറൻറ്റിലേക്കായിരുന്നു. ഈ പറഞ്ഞ പോലെ നല്ല അടിപൊളി സൂപ്പർ സെറ്റപ്പ് ഊണും കഴിച്ചു. ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് ഫുൾ ഗുരുവായൂരിന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് വരാനായിരുന്നു പ്ലാൻ. അതേപോലെ വിചാരിച്ച പോലെ എല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞ് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഗുരുവായൂരൊക്കെ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഗുരുവായൂരുള്ള ഈ ഒരു ആനക്കൊട്ടിലെല്ലാം കയറി ഇവിടെ കുറച്ച് 2 ദിവസത്തിലേക്ക് നിൽക്കാൻ വന്ന് ഇവിടെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂർ വടക്കുന്നാഥ ക്ഷേത്രമുണ്ട്, അവിടെ പോകാൻ ഞങ്ങൾക്ക് അവിടെ പോകാൻ പറ്റിയിരുന്നില്ല. അതുപോലെ തന്നെ മമ്മിയൂർ ക്ഷേത്രമുണ്ട്, അവിടെ എല്ലാം കയറി തൊഴുത് തിരിച്ച് വരാൻ പറ്റുന്നതായിരിക്കും. നല്ല പോകുന്ന വഴി തന്നെയാണ്, നമുക്ക് ഈ കൊല്ലം ടു ഗുരുവായൂർ പോകുന്ന വഴി തന്നെയാണ് ഞാൻ പറഞ്ഞ ഈ ഇടം എന്ന് പറയുന്ന ഈ റെസ്റ്റോറൻറ്റും. അപ്പോൾ അവിടെയൊക്കെ നല്ല ഭക്ഷണവും കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ എല്ലാവരും ഗുരുവായൂർ പോകുന്നവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കുക, റെസ്റ്റ് ചെയ്യുക, പീസാവുക. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഞാൻ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നോട്ടിഫിക്കേഷൻ വരാതിരിക്കുകയും വീഡിയോസ് ഒന്നും കാണാൻ പറ്റാതിരിക്കുകയും ചെയ്യും. അപ്പോൾ വീഡിയോ എല്ലാവരും